പ്രൈസ് ടു ജീസസ്. കർത്താവിൽ പ്രിയരെ, ഇന്ന് അതിശയോക്തമായി കാണേണ്ട ഒരു കാര്യമുണ്ട്. കത്തോലിക്കരുടെ ദൈവത്തെ ഓൺലൈനിൽ മേടിക്കാൻ സുലഭമായിട്ട് കിട്ടും. ഞാനൊന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ തന്നെയല്ല, ഞാൻ കണ്ട അതേ ദൈവങ്ങൾ മാതാവിൻ്റെ ഉണ്ട്, ഔസേ പുണ്യാളൻ്റെ ഉണ്ട്, അതുപോലെ യേശു ക്രിസ്തുവിൻ്റെതാണെന്ന് കരുതപ്പെടുന്നതുണ്ട്. ഇതെല്ലാം പല റോഡ് സൈഡിൽ കേരളത്തിലും തമിഴ്നാടൊക്കെ ഞാൻ യാത്ര ചെയ്ത റൂട്ടുകളിലൊക്കെ പല സ്ഥലങ്ങളിൽ ഈ വിഗ്രഹങ്ങൾ ചിലതൊക്കെ ശരീരങ്ങളൊക്കെ മുഷിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു, ചിലതൊക്കെ ചില്ലിന് കൂട്ടിൻ്റെ അകത്തിരിക്കുന്നു, ചിലതൊക്കെ കാക്ക കാഷ്ടിച്ച് വല്ലാത്തൊരു കോലത്തിൽ നിൽക്കുന്നു, ചിലതിൻ്റെയൊക്കെ കൈ ഒടിഞ്ഞ് കിടക്കുന്നു, ചിലതിൻ്റെയൊക്കെ വല്ലാത്ത മുഖം കാണാത്ത വിധത്തിൽ വളരെ വിരൂപമായി കിടക്കുന്ന വിഗ്രഹങ്ങൾ. അങ്ങനെ വല്ലാത്ത ഒരവസ്ഥയിൽ ഒരുപാട് വിഗ്രഹങ്ങൾ കിടക്കുന്നു. അതേ വിഗ്രഹത്തെ ഉണ്ടാക്കുന്ന ശാലകളിൽ കൂട്ടിയിട്ട് കിടക്കുന്നു. അതേ വിഗ്രഹത്തെ കത്തോലിക്ക ദേവാലയത്തിൽ പെയിൻ്റ് അടിച്ച് മാമോദിസ മുക്കി വളരെ കൃത്യമായിട്ട് തൂത്തു തുറച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതിനെല്ലാം കൂടി ആകപ്പാട് വിളിക്കുന്ന ഒരു പേരുണ്ട്, ദൈവത്തിൻ്റെ സ്വരൂപം ദൈവം. യഥാർത്ഥമായി ദൈവത്തിൻ്റെ സ്വരൂപങ്ങളും ദൈവവും ഒരേ മുഖച്ഛായ ആയിരുന്നു എന്നാണ് കത്തോലിക്ക സഭയോട് അല്ലെങ്കിൽ ഇതിനെ ആരാധിക്കുന്ന വ്യക്തികളോട് എനിക്ക് ചോദിക്കാനുള്ളത്. ദൈവത്തിന് ഒരുവന്റെ സ്വരൂപമാകുമ്പോൾ അത് അവനെപ്പോലെ തന്നെ ഇരിക്കണമല്ലോ, ഏകദേശം ഒരു മാതൃകയല്ല, അവനെപ്പോലെ തന്നെ ഇരിക്കണം. അപ്പോൾ ഈ റോഡിൽ കിടക്കുന്നതും കുപ്പക്കൂട്ടി കിടക്കുന്ന ഈ വിഗ്രഹങ്ങളും ഓൺലൈനിൽ മേടിക്കാൻ കിടക്കുന്ന ഈ വിഗ്രഹം കിട്ടുന്ന വിഗ്രഹങ്ങളും അതിൻ്റെയൊക്കെ വില 450 രൂപ, 700 രൂപ, അതിൻ്റെ മെറ്റീരിയലിനനുസരിച്ചാണ് അതിൻ്റെ വില അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വില ഇത്രയും 650ഉം 450ഉം ഒക്കെയാണുള്ളത്. ഇസ്കോത്ത യൂത 30 വെള്ളിക്കാശെങ്കിലും കിട്ടും. അപ്പോൾ ഇതേ വില കൊടുത്ത് മേടിച്ച് കൊണ്ടുവയ്ക്കുന്ന ഈ വിഗ്രഹത്തോട് പ്രാർത്ഥിക്കരുത് എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ബൈബിളിലൂടെ. അങ്ങനെ ഇരിക്കെ വേണ്ട എന്ന് പറയുന്നതിനെ, കുപ്പക്കൂട്ടി കിടക്കുന്നതിനെ അല്ലെങ്കിൽ വഴിയോരങ്ങളിൽ കിടക്കുന്നതിനെ ഉണ്ടാക്കുന്ന നിർമ്മാണശാലകളിൽ ആർക്കും വിലയില്ലാതെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി പൊട്ടിപ്പൊടിഞ്ഞു പോകുന്നതും അല്ലെങ്കിൽ അലവലാതിയായി കിടക്കുന്നതിനെല്ലാം എടുത്ത് വളരെ മനോഹരമായി ചർച്ചിൻ്റെ അകത്ത് കയറ്റി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ അകത്ത് ആരാധന കൊടുക്കുമ്പോൾ ഇതിനെ തൊട്ട് മുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനകളെല്ലാം പോകുന്നത് എങ്ങോട്ടാണ്? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ ഇന്ന് ഉണ്ട്. പക്ഷെ ഇതൊന്നും അറിയാത്ത കുറേ ജനങ്ങളുണ്ട്. ഇതിനെ മാത്രം വേറൊന്നും ശരിയല്ല, വേറെ എല്ലാം തെറ്റാണ്, ഞങ്ങൾ കണ്ട ഈ വിഗ്രഹം മാത്രമേ ശരിയുള്ളൂ, ഇതിലാണ് ദൈവം എന്ന് ചിന്തിച്ച എത്ര പറഞ്ഞാലും ഈ വെളിച്ചത്തെ ഇരുട്ടാക്കി വെച്ചിരിക്കുന്ന ജനങ്ങളോട് അപ്പോസ്തലൻ പറയുന്നത് ഇതാണ്: നിങ്ങൾ അതിനെ ആരാധിക്കരുത്. എന്തുകൊണ്ടാണ് വിഗ്രഹത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഒന്നും, പ്രാർത്ഥിച്ചവരെ ദൈവം കൈവിടും. നിശ്ചയമായും ഈ പൊട്ട വിഗ്രഹത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചത് എത്ര വലിയ ബിഷപ്പായാലും, എത്ര വലിയ ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്നവരായാലും, എത്ര വലിയ ഉന്നതനായാലും, എത്ര താഴെ കിടക്കുന്നവരായാലും വിഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്നവരെ ദൈവം കൈവിടുമെന്നുള്ളതിന് വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. വിശുദ്ധ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 7-ാം അധ്യായം 41-ാമത്തെ തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ, അനന്തരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ചു, തങ്ങളുടെ കൈപ്പടിയാൽ ഉല്ലസിച്ചുകൊണ്ടിരുന്നു, ദൈവം അവരെ പിന്തിരിഞ്ഞു. ഉല്ലസിച്ചുകൊണ്ടിരുന്നു, ദൈവം അവരെ പിന്തിരിഞ്ഞു. ഇവിടെ എന്താണ് പറയുന്നത്? അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. മോശ, നമുക്കറിയാം, കൽപ്പന മേടിക്കാൻ പോകുമ്പോൾ അഹ്റോനോട് പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ ഒരു ദൈവം ഞങ്ങൾക്ക് വേണം. മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന മോശ കൂടെയില്ല, അതുകൊണ്ട് ഞങ്ങളെ ഇനി നയിക്കാൻ ഒരു ദൈവം വേണം. അപ്പം അഹ്റോൻ പറഞ്ഞു, നിങ്ങളുടെ കാതിലും നിങ്ങളുടെ കഴുത്തിലും കിടക്കുന്ന പൊന്നെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. അത് തീയിലേക്കിട്ടതും ഒരു കാളക്കുട്ടി, ക്യാറ്റിൽ വർഷിപ്പ് രൂപാന്തരപ്പെട്ടു. അപ്പോ എന്തുകൊണ്ടാണ് വന്നത്? അവരുടെ അകം അപ്പോഴും മിസ്രൈമിന്റെ ബിംബത്തിലായിരുന്നു. അവരുടെ ശരീരം മാത്രമേ
പോന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എവിടെ നിന്ന് കൊണ്ടുവന്ന സ്വർണമാണ്? മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണമാണ്. അതേ സ്വർണവും അതിനകത്ത് അവിടെ ആരാധിച്ച, അവിടെ ബിംബത്തെ ആരാധിച്ചത്, അവിടെ വിഗ്രഹത്തെ ആരാധിച്ച് അവിടെ കാറ്റൽ വർഷിപ്പ് നടത്തിയത്, അത് മൊത്തവും അതിന്റെ സ്പിരിറ്റും മൊത്തവും ഈ ജനത്തിന്റെ അകത്തുണ്ടായിരുന്നു. കാരണം അവരുടെ അകത്ത് കണ്ടതും അവർ പ്രാർത്ഥിച്ചതും അതുമെല്ലാം എന്താണ്? അഹ്റോനിട്ട് പൊങ്ങി വന്ന ആ കാളക്കുട്ടിയുടെ അവരുടെ മനസ്സിൽ അവരെ നനച്ച് തന്നെ പിശാച് അവിടെ രൂപാന്തരപ്പെടുത്തി കൊടുത്തു. ഇതുപോലെ തന്നെയാണ് ഇന്ന് ബിംബത്തിന്റെയും വിഗ്രഹത്തിന്റെയും മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കണ്ണടച്ചാൽ കാണുന്നത് ഈ പെയിന്റ് അടിച്ച ജോസഫിന്റെയും ഈ പെയിന്റ് അടിച്ച് മാതാവിൻ്റെതെന്ന് നിങ്ങൾ പറയപ്പെടുന്നതും യേശുവിൻ്റെതെന്ന് പല മുഖത്തിലുള്ള ഛായ സ്വരൂപങ്ങളാണെന്ന് പറയപ്പെടുന്നു. നിങ്ങളുടെ കണ്ണടച്ചാൽ ഞാൻ ചോദിക്കട്ടെ, ആത്മാവിൽ ഈ വിഗ്രഹാരാധികളെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? വിഗ്രഹാരാധികളെ നിങ്ങൾക്ക് എങ്ങനെ ആത്മാവിൽ ദൈവം പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ, കണ്ണടയ്ക്കുന്നത് മുഴുവൻ ഈ വിഗ്രഹത്തല്ലേ. ഇതുകൊണ്ട് തന്നെയാണ് ചാരക്കുഞ്ഞുമ, കൃപാസനത്തിലെ ചാരക്കുഞ്ഞുമ ഞങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ, ഞങ്ങൾ മെഴുതിരി കത്തിക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷീകരണം വരണമെന്ന് ജോസഫ് അച്ഛൻ പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്തൊരു രഹസ്യമുണ്ട്. നിങ്ങൾ പറഞ്ഞു ഫലിപ്പിച്ച് നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ആന്തരിക മനസ്സിന്റെ അകത്ത് കിടക്കുന്ന ബിംബം നിങ്ങളുടെ അടുത്ത് വരും. സാത്താനാണത്, അത് സാത്താനാണ്. ഹല്ലേലൂയ. അതുപോലെ എന്തുകൊണ്ടാണ് പൗലോസ് വിഗ്രഹത്തോട് പ്രാർത്ഥിക്കരുത്? നിങ്ങൾ വിഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് പിശാചിന്റെ അടുത്തേക്കാണ് പോകുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പ്രഖ്യാപിക്കുന്നു കൊരിന്ത്യർക്കാരോട്. നോക്കാം, 1 കൊരിന്ത്യർ അതിന്റെ 10-ാം അധ്യായം 19ഉം 20ഉം നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ പറയുന്നത് വിഗ്രഹാർപ്പിതം വല്ലതും ആകുന്നു എന്നോ വിഗ്രഹം വല്ലതും ആകുന്നു എന്നോ അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, അത് ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്ര. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. അപ്പൊ വിഗ്രഹത്തിന്റെ അകത്തൊരു പിശാചുണ്ട്. അതിന് കോടിക്കണക്കിന് രൂപ മുടക്കി കെട്ടിയ ചർച്ച്, കല്ലുമേൽ കല്ലുകൊണ്ട് പണിത് ഒരു പള്ളിയാണെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിലും അതിനെ വഴിയോരത്ത് കിടക്കുന്നതും നിർമ്മാണശാലയിൽ കിടക്കുന്നതും ആശുപത്രിയിൽ കിടക്കുന്നതും കുപ്പക്കൂട്ടി കിടക്കുന്നതും ഉള്ളതിനെ എല്ലാം വിളിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ മാമോദിസ മുക്കി നിങ്ങളുടെ ആലയത്തിന്റെ അകത്ത് വെച്ചിരിക്കുന്ന ബിംബത്തിന്റെ അകത്ത് പൗലോസ് അപ്പോസ്തലൻ പ്രഖ്യാപിക്കുന്നു, ഇതിന്റെ അകത്ത് ഭൂതത്തിന്റെ സ്പിരിറ്റാണ്. ഇതിന്റെ അകത്ത് പ്രാർത്ഥിക്കുന്നവൻ, ഇതിനെ തൊട്ട് പ്രാർത്ഥിക്കുന്നവൻ, ആ പ്രാർത്ഥന പോകുന്നത് ഭൂതങ്ങളുടെ അകത്തേക്കാണ്. അല്ലാതെ ഒരു വിഗ്രഹത്തിന് മാമോദിസമൊക്കെ സ്നാനപ്പെടുത്തി കൊണ്ടുവന്നാലൊന്നും അതിന്റെ അകത്തേക്കൊന്നും ദൈവത്തിന്റെ ആത്മാ ഇറക്കത്തില്ലെന്ന് വ്യക്തമായി വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി എത്ര ലോകത്തിലെ ഉന്നത അധികാരി സഭയുടെ സ്ഥാനമാനത്തിൽ ഇരിക്കുന്നവൻ വന്നാലും മണ്ണിൽ നിന്നും മെനഞ്ഞതിനെ അത് ദൈവമാണെന്ന് വിചാരിച്ച് അതിനെ ദൈവത്തോട് തുലനം ചെയ്ത് അത് ദൈവമായി പ്രഖ്യാപിച്ച് അത് സ്വരൂപമാണെന്ന് പറയുകയും അതിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയും ചെയ്താൽ എങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ഒരു മൺ വിഗ്രഹത്തിന്റെ അകത്ത് കയറും? ഇതൊക്കെ സ്വാഭാവികമായി വരുന്ന ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കമന്റ് ഇടുന്ന ഒത്തിരി പേരുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഇതിനെല്ലാം മറുപടി തരേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ വിഗ്രഹത്തിന്റെ അകത്ത് ദൈവമുണ്ടോ? അതിന് വിത്ത് എവിഡൻസ് എൻ്റെ വീഡിയോയുടെ അടിയിൽ കമന്റ് ഇടുന്നവരുണ്ടല്ലോ, ഇതിനെല്ലാം കമന്റ് നിങ്ങൾ പാസ്സാക്കണം. വിഗ്രഹത്തിന്റെ അകത്ത് ദൈവമുണ്ടോ, വിഗ്രഹത്തിന്റെ അകത്ത് അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നല്ല ഇതിനുള്ള മറുപടി നിങ്ങൾ തരേണ്ടി വരും. രണ്ടാമത്, അപ്പോ ഈ വിഗ്രഹത്തിന് മുമ്പിൽ തൊട്ട് വിഗ്രഹത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ വിഗ്രഹത്തെ തൊട്ട് വിഗ്രഹത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ആരെയാണ് തൊടുന്നത്? ഭൂതത്തെയാണ് തൊടുന്നത്. അപ്പൊ ഭൂതത്തെ തൊടുന്ന വ്യക്തി നീ എത്ര ദൈവത്തിന്റെ സ്വരൂപമാണ്, ദൈവമാണെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിശാച് നിങ്ങളെ കളിപ്പിക്കല്ലേ. കാരണം അതുപോലുള്ള വിഗ്രഹങ്ങൾ പല മലകളുടെ മുകളിലിരിക്കുന്നു. പല മലകളുടെ മുകളിൽ 15ഉം 20 അടി ഉയരത്തിൽ കമ്പിയിട്ട് വാർത്ത് സ്ട്രോങ് ആയിട്ടിരിക്കുന്നു. ചിലതിൻ്റെ ഒക്കെ കൈ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പോ ആ ദൈവത്വമുള്ള വിഗ്രഹത്തിന്റെ കൈ ഒടിയുമോ? കൈ തൂങ്ങിക്കിടക്കുമോ? അതിന്റെ പുറത്ത് ഒരു കാക്ക വന്നിരുന്ന് കാട്ടിച്ചാൽ പോലും സ്വയമായി മാറ്റാനോ ആട്ടാനോ ഓടിക്കാനോ
കഴിവില്ലാത്ത ബിംബത്തിന്റെ മുമ്പിൽ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പിശാചുണ്ട്, അതിൻ്റെ അകത്ത് ഭൂതമുണ്ട്. ആ ഭൂതം വിഗ്രഹത്തെ കൊണ്ട് സംസാരിപ്പിക്കും. അത് ആ വിഗ്രഹത്തിൽ നിന്ന് സ്മെല്ല് വരുത്തിക്കാം, അതിനെ കണ്ണുനീരൊഴുക്കാം, അതിനെ രക്തക്കണ്ണീരൊഴുക്കാം. അങ്ങനെ പല രീതിയിലും വെളിപ്പാട് 3-ാം അധ്യായത്തിലേക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത് 1 കൊരിന്ത്യർ 10-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ, ആകയാൽ പ്രിയപ്പെട്ടവരെ വിഗ്രഹ ആരാധനയിൽ നിന്ന് ഓടി അകലാനാണ് പൗലോസിലേക്ക് പറയുന്നത്. പ്രിയപ്പെട്ടവരെ എന്ന് വെച്ചാൽ പൗലോസിന്റെ അകത്ത് ജനത്തിനോട് ഒരു സ്നേഹമുണ്ട്. നഷ്ടപ്പെട്ടു പോകുന്ന ജനമേ, നിങ്ങൾ ബിംബാരാധികൾ സ്വർഗരാജ്യം അവകാശിയാക്കില്ല. അതിന് എത്ര ഉന്നത സഭയുടെ പേര് പറഞ്ഞ് മഹിമയോടെ നീ വാഴ്ത്തി ആരാധിച്ചാലും വിഗ്രഹത്തെ ആരാധിക്കുന്നവൻ സ്വർഗരാജ്യത്ത് വരത്തില്ലെന്ന് അത്യുന്നതനായ ദൈവമാ പറയുന്നത്. ഇത് പൗലോസ് പ്രഖ്യാപിക്കുക. അതുകൊണ്ടാണ് പ്രഖ്യാപിച്ചത്, ആകയാൽ പ്രിയപ്പെട്ടവരെ വിഗ്രഹാരാധനയിൽ നിന്ന് നിങ്ങൾ ഓടി അകലണം. 2 കൊരിന്ത്യർ അതിന്റെ 6:16 പൗലോസ് അപ്പോസ്തലൻ പറയാം, ദൈവത്തിന്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്താണ് പൊരുത്തം? 6:16 പറയുന്നു, ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്താണ് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ല, ഒരുവനാണ് ആലയം. എൻ്റെ അകത്ത് വിഗ്രഹത്തല്ല വെക്കണ്ടത്, നിങ്ങളുടെ അകത്ത് വിഗ്രഹം, നിങ്ങളാണ് ആലയം. ഈ ആലയം യഹോവയുടെ ആലയമായിരിക്കുന്ന, യഹോശുവയുടെ ആലയമായിരിക്കും. നീ പൊട്ട വിഗ്രഹത്തിന്റെ മുമ്പിൽ പോകുമ്പോൾ നിനക്കും വിഗ്രഹത്തിനും തമ്മിൽ എന്താണ്? നിനക്കും വിഗ്രഹത്തിനും തമ്മിൽ എന്താ ബന്ധം? നീ ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നുള്ളൂ. 1 കൊരിന്ത്യർ 3:16 ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. ആത്മാവിനെ എടുത്തു മാറ്റിയിട്ട് വിഗ്രഹത്തെ നിന്റെ അകത്ത് നീ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് പറയുന്നു, എൻ്റെ ദൈവത്തെ കണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും. ഏത്? ഈ വിഗ്രഹത്തെ, ഈ കുപ്പക്കൂട്ടി കിടക്കുന്ന വിഗ്രഹത്തെ. ഇതിന് വില ഇത്രയേ ഉള്ളൂ, ഇതിന് വാല്യൂ ഇല്ല. രണ്ടാമത് പറയുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും. അപ്പൊ കർത്താവ് തൻ്റെ ജനത്തിന് ഒരു വാല്യൂ ഇട്ട് കഴിഞ്ഞു. ആരും കൊടുക്കാത്ത, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന തൻ്റെ ജനത്തിനെ തൻ്റെ ദൈവം വിളിക്കുന്നു. അവർ എൻ്റെ ജനം, എൻ്റെ ജനം, അവരുടെ ദൈവം ഞാനാണ്. ആത്മാവിൽ ആരാധിക്കുന്നവരുടെ ദൈവം ഞാനാ, ആത്മാവിൽ ആരാധിക്കുന്നവന്റെ ദൈവം ഞാനാ. അതുകൊണ്ടാണ് 2 കൊരിന്ത്യരിലെ 6-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്താണ് യോജിച്ചത്? എന്ന് കെട്ടിയിരിക്കുന്ന ദേവാലയങ്ങളില്ലേ, കോടിക്കണക്കിന് മുടക്കി നിൽക്കുന്ന ദേവാലയത്തിൽ വിഗ്രഹങ്ങളുമായി അതിന് എന്തു ബന്ധമുണ്ട്? നിങ്ങൾ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നല്ലോ. ഈ പ്രാർത്ഥനാലയത്തില് ഈ വിഗ്രഹങ്ങളോട് എന്താണ് യോഗ്യത, എന്താണ് യോഗ്യത? അതവിടെ കൊണ്ടുവയ്ക്കാൻ എന്താണ് ആധികാരികത? എന്തെങ്കിലും ഉണ്ടോ? ഇതിനൊക്കെ ബോക്സിൽ കമന്റ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ കമന്റ് ചെയ്യുന്നവർ സഹോദരങ്ങളൊന്ന് പറഞ്ഞാൽ കൊള്ളാം. തെളിവ് തന്നെ, വിത്ത് എവിഡൻസ് തന്നെ. ഇത് എവിഡൻസോട് കൂടി എടുക്കുമ്പോൾ നിങ്ങൾ അതിന് എവിഡൻസ് തന്നെ. അതിനകത്ത് ആൾ പറയുന്നു, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്യുന്നല്ലോ. അപ്പൊ ദൈവത്തിന്റെ ആലയം ജീവനുള്ള, ഇവിടെ പറയുന്നു, ഞാൻ അവരുടെ ഇടയിൽ വസിക്കുകയും ചെയ്യും എന്ന് വെച്ചാൽ ഞാൻ വസിക്കുന്ന ആലയത്തിൽ വിഗ്രഹത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ വസിക്കാത്ത ആലയം, അത് നിങ്ങൾ വിഗ്രഹത്തെ കൊണ്ടുവച്ചു, അതിനകത്ത് വിഗ്രഹം ഇരിക്കട്ടെ. ജീവനില്ലാത്തവൻ, മരിച്ചവൻ ആ വിഗ്രഹത്തെ തൊട്ട് ആരാധിക്കും. മരിച്ചവൻ അവന്റെ ദൈവമാന്ന്, പൊട്ട ബിംബം ദൈവമാന്ന് പറയും. മരിച്ചവൻ വിഗ്രഹത്തിന് ധൂപാർപ്പണം നടത്തും. മരിച്ചവൻ വിഗ്രഹത്തിനെ നമസ്കരിക്കും. മരിച്ചവൻ വിഗ്രഹത്തിന് മുമ്പിൽ ആർഭാടമായി പ്രാർത്ഥിക്കും. ജീവനുള്ളവൻ അവന്റെ ആലയം അത്യുന്നതനായ ദൈവത്തിന്റെ ആലയമാണ്. അവൻ വിളിക്കും എൻ്റെ ദൈവം. ആ ദൈവം വിളി കേൾക്കും, പറയും ഇതെന്റെ ജനമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, ഈ ഓൺലൈനിൽ വരെ ഇന്ന് മേടിക്കാൻ കിട്ടുന്ന ഈ പൊട്ട വിഗ്രഹത്തെ കുപ്പക്കൂട്ടി കിടക്കുന്നതിനെ എടുത്ത് ഇന്ന് ചർച്ചിനകത്ത് വെച്ചിട്ട് ഇത് ഞങ്ങളുടെ ദൈവമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണം, അതിന് ആധികാരികമായി അപ്പോസ്തോലികമായി യേശുക്രിസ്തു വഴി പ്രവാചകന്മാർ വഴി ഒരു വിത്ത് എവിഡൻസും ഇല്ലാത്ത, പഠിപ്പിക്കാത്ത ഈ പൊട്ട വിഗ്രഹത്തെ കൊണ്ടുവച്ച് ഇത് ഭൂതമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ ഈ ആരാധനയെല്ലാം പോകുന്നത് നിങ്ങൾ ഏത് തരത്തിലുള്ള ആരാധനക്കാരാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് മാറുക. ആ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ജനമായി, വേർതിരിക്കപ്പെട്ട സഭയായി, കൂട്ടമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.